ഹലോ, ഇന്നൊരു കോഴിക്കോടൻ വ്ളോഗാണ്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി കുറച്ച് ഡ്രസ്സൊക്കെ നോക്കാൻ വേണ്ടി വന്നതാട്ടോ. ഞങ്ങളാണെങ്കിലോ വന്നതൊരു ഞായറാഴ്ച. ഒടുക്കത്തെ തിരക്ക് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ തിരക്ക്. അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ എങ്ങനെയോ നടന്ന് ഞങ്ങളൊരു കടയിൽ കയറി. അത്യാവശ്യം നല്ല കളക്ഷനും തിരക്കും ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ നോക്കി നിന്നു. പക്ഷെ ഞങ്ങൾക്ക് വേണ്ട സാധനം അവിടെ ഉണ്ടായിരുന്നില്ല. ഈ ഒരു സ്ലീവ്ലെസ് ടോപ്പൊക്കെ വെറുതെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവള്. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ വേറൊരു കടയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഓരോരുത്തരായിട്ട് വിളിക്കാൻ തുടങ്ങി. ഇവിടെ കയറി, ഈ ഷോപ്പിൽ കയറി, അങ്ങനെ പറഞ്ഞിട്ട് അവിടെ കുറേ ചേട്ടന്മാരുണ്ടല്ലോ. അതിലൊരു ചേട്ടൻ വിളിച്ച കടയിലേക്ക് ഞങ്ങൾ കയറി. എൻ്റെ മക്കളെ, ഇവിടെ ആണെങ്കിൽ അട്ടാറ് കളക്ഷൻ, ഒന്നും പറയാല്ല. ഞങ്ങൾ തേടി സാധനം ഇതാ ഇവിടെ ഉണ്ട്. ഞങ്ങളൊരു 12 മണിയായപ്പോഴാണ് ഇവിടെ എത്തിയത്. പിന്നെ ഈ ഡ്രസ്സ് എടുക്കലൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 2 മണി കഴിയാറായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഉള്ളിൽ നിന്ന് ഒരാൾ പറയാണേ, പിന്നെ ഒന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല. മിഠായി തെരുവിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു സ്പോട്ട് അധികം എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഞാനും അപ്പോട്ടനും അധികം കോഴിക്കോട് വരുന്ന സമയത്ത് ഇവിടുന്ന് തന്നെയാണ് ഞങ്ങൾ കഴിക്കാറുണ്ടായിരുന്നത്. ഈ ഒരു ബിരിയാണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റ്, നല്ല ക്വാണ്ടിറ്റിയിലാണ് ഇത് വരുന്നത്. കൊടുക്കുന്ന പൈസയ്ക്ക് ഉണ്ട് മുതൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഈ സൺഡേ മാളിലേക്കാണ് കയറിയത്. ഒരുപാട് നല്ല കമ്മലിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. കമ്മൽ മാത്രമല്ല, പലതരം ഐറ്റംസ് ഉണ്ട്. കോസ്മെറ്റിക്സ്, ബ്രൈഡൽ സെറ്റ്, ഹെയർ ആക്സസറീസ്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ സൺഡേ മാളിനെ കുറിച്ച് ഞാൻ പറയണമെന്നില്ലല്ലോ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങളിതാ ക്ഷീണിച്ച് വന്ന് ഈ മരത്തിൻ്റെ ചോട്ടിലിരിക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയ്ക്ക് വേഗം തന്നെ വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി ഒരു സബ്സ്ക്രൈബും കൂടി തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.